ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ കൊണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ പുതിയ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകങ്ങളാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ദിനവൃത്താന്തം, രണ്ട് ദിനവൃത്താന്തം എന്നീ രണ്ട് ഭാഗങ്ങൾ ഇതിനുണ്ട്. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇതിനു മുൻപ് നമ്മൾ വായിച്ച 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏകദേശം അതേ ചരിത്രം തന്നെ, അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മിക്കവാറും ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേൽപ്പറഞ്ഞ പുസ്തകങ്ങളിൽ വിട്ടുപോയ കാര്യങ്ങളല്ല ഇതിലുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 രാജാക്കന്മാരുടെ അവസാന അധ്യായത്തിൽ 25-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇസ്രായേൽ ജനം തന്നെ നെബൂഖദ്നേസർ രാജാവ് ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുപോയി. ഏകദേശം 70 വർഷത്തോളം അവിടെ പ്രവാസത്തിൽ കഴിഞ്ഞ ജനം പിന്നെ മടങ്ങി വന്നതിന് ശേഷം എഴുതിയ പുസ്തകമാണ് ഈ ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേൽ ചരിത്രത്തിന് അവർ നൽകുന്ന വ്യാഖ്യാന ഗ്രന്ഥമായി ഈ ഗ്രന്ഥത്തെ വേദപണ്ഡിതന്മാർ കാണുന്നുണ്ട്. നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ വിപത്തുകൾക്കും കഷ്ടതകൾക്കും കാരണം അവരുടെ ദൈവത്തോടുള്ള അവരുടെ അവിശ്വസ്തതയും അവരുടെ മത്സരബുദ്ധിയും അനുസരണമില്ലായ്മയൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവർ ഏറെ കഷ്ടതകൾ ഒക്കെയും അനുഭവിക്കേണ്ടി വന്നതും അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായ സാഹചര്യം അവർക്ക് ഉണ്ടായതും. എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതായി നമുക്കിനി കാണാൻ പറ്റും. നമുക്കറിയാം, ശലോമോൻ്റെ മരണശേഷം ഇസ്രായേൽ ജനം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രീതിയിൽ രണ്ടായിട്ട് അത് വിഭജിക്കപ്പെടുകയാണ്. മകൻ രഹബെയാമിൻ്റെയും യൊരോബെയാമിൻ്റെയും നേതൃത്വത്തിൽ 2 രാജ്യങ്ങളുണ്ടായതൊക്കെ ഈ ചരിത്രത്തിന് മുമ്പ് നമ്മൾ വായിച്ചതാണ്. അതിൽ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യത്തിന് ഇസ്രായേൽ എന്നും ബെന്യാമീൻ യഹൂദ ഗോത്രം അടങ്ങുന്ന തെക്കേ രാജ്യത്തിന് യഹൂദ എന്നും പേര് വന്നു. ഇസ്രായേൽ രാജാക്കന്മാരെ നമുക്കറിയാം. ഇസ്രായേൽ അതിൽ വടക്കേ രാജ്യത്തിൽ ഇസ്രായേൽ രാജ്യങ്ങളുണ്ടായ രാജാക്കന്മാർ പൊതുവെ എല്ലാവരും ദുഷ്ടന്മാരായിരുന്നു. എന്നാൽ തെക്കേ രാജ്യമായ യഹൂദയിലെ രാജാക്കന്മാർ പലരും നീതിമാന്മാരായിരുന്നു. നമുക്കറിയാം, ദാവീദ്, സോളമന്, യഹോഷാഫാത്ത്, ഹെസക്കിയ, ജോസിയ, ഇവരൊക്കെ യഹോവ ഭക്തിയോടും ദൈവത്തോടുള്ള സ്നേഹത്തോടും ദേവാലയത്തെയും ജനങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിച്ച് പരിപാലിച്ച് ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചല്ലോ. എന്നാൽ വടക്കേ രാജ്യത്തെ ഇസ്രായേൽ അവിടെ വന്ന രാജാക്കന്മാർ പൊതുവെ എല്ലാവരും ദുഷ്ടന്മാരായിരുന്നു. 1-2 രാജാക്കന്മാരൊഴികെ ബാക്കി എല്ലാവരും ദുഷ്ടത അവിടെ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഇന്ന് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ മേൽപ്പറഞ്ഞ 2 രാജ്യങ്ങളുടെയും ചരിത്രമെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ദിനവൃത്താന്തത്തിൽ പൊതുവെ കാണുന്നത് ശൗലിലും ദാവീദിലും ആരംഭിച്ച യഹൂദ ഗോത്രത്തിൻ്റെ ചരിത്രമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച പലതിൻ്റെയും ആവർത്തനം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ പാഠങ്ങൾക്ക് അഥവാ ചരിത്രത്തിന് ഊന്നൽ നൽകാൻ വേണ്ടിയാണ് അവർ വീണ്ടും വീണ്ടും അതെഴുതി ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇപ്പോൾ ഉദാഹരണം, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങൾ മിക്കവാറും സുവിശേഷങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് പറഞ്ഞെങ്കിൽ മറ്റുള്ളടത്ത് പറയാതിരിക്കാൻ പറ്റും. എന്തിനാണ്? കർത്താവിനുള്ള പ്രാധാന്യം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ സുവിശേഷങ്ങളിലെല്ലാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പലരും പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എഴുതിയതാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇതുപോലെ ഇവിടെയും
അവരുടെ ചരിത്രത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആവർത്തനം അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ 1 ദിനവൃത്താന്തത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ അതെല്ലാം വാസ്തവത്തിൽ ഒരു വലിയ വംശാവലിയാണ് വായിക്കുന്നത്. അതായത് ദാവീദിൻ്റെ അല്ലെങ്കിൽ 9 അധ്യായങ്ങൾ ആദമിൽ ആരംഭിച്ച് പിന്നെ മുന്നോട്ട് വന്ന് ദാവീദിൻ്റെ വംശാവലി വരെ ഉള്ള കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ഈ വംശാവലിയുടെ വലിയ പട്ടിക കാണാൻ സാധിക്കും. അത് വായിക്കുമ്പോൾ നമുക്ക് ഇതെന്തിനാണ് ഈ പേരുകൾ വായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് താല്പര്യം ഗോത്രങ്ങളെക്കാൾ ഉപരി വ്യക്തികളോടാണ്. രൂബേൻ, ശിമെയോൻ തുടങ്ങി എല്ലാ ഗോത്രങ്ങളുടെയും പൗരോഹിത്യത്തിൻ്റെയും ഒരു നീണ്ട വംശാവലി നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുന്ന് ദൈവം ഗോത്രങ്ങളിലോ ഒന്നുമല്ല ദൈവത്തിന് താല്പര്യം, ദൈവത്തിന് അതിനേക്കാൾ താല്പര്യം വ്യക്തികളോടാണെന്നുള്ള ഒരു സൂചന ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ ഗോത്രങ്ങളുടെ പേരുകളേക്കാൾ ഉപരി വ്യക്തികളുടെ പേരുകളാണ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിലും പരിശുദ്ധ മാമോദീസായിൽ നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ പേരിടുന്നുണ്ട്. മാമോദീസായിൽ പേരിടുന്നതായ സമയത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നുവെന്നാണ് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും പേരുകൾ പ്രത്യേകം പറഞ്ഞ് ഓരോ വ്യക്തികളായിട്ട് നമ്മൾ മാമോദീസ മുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെല്ലാവരും ഒന്നിച്ച് മാമോദീസ മുക്കിയാൽ മതി. അങ്ങനെ വ്യക്തിപരമായിട്ടാണ്. ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ പുതുതായിട്ട് ജനിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടാണ് അപ്രകാരം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നുവെന്ന് സഭ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഓരോരുത്തരുടെയും മേൽ വ്യക്തിപരമായ താല്പര്യമുണ്ട്. നമ്മുടെ കുടുംബചരിത്രവും പാരമ്പര്യങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാമെങ്കിലും ഓരോ വ്യക്തിയുടെയും ജീവിതം സംബന്ധിച്ച് ദൈവത്തിനൊരു പുതിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തിനുള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി ദൈവം ഓർക്കുന്നു എന്ന് പറയാൻ കാരണം. നമുക്കറിയാം, ഈ ഭൂമിയിൽ കോടാനുകോടി ജനങ്ങൾ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവം അറിയുന്നുവെന്ന സത്യം നമുക്ക് വളരെ സന്തോഷം നൽകുന്നതായ ഒരു വലിയ കാര്യം തന്നെയാണ്. അല്ലാതെ സമൂഹമായിട്ടല്ല ദൈവം നമ്മളെ അറിയുന്നത്, ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കോടാനുകോടി ജനങ്ങളിൽ നമ്മൾ അറിയപ്പെടാതെ പോകുന്നില്ല, ദൈവസ്ഥ നമ്മൾ അറിയപ്പെടാതെ പോകുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഈ ഓരോരുത്തരുടെയും പേര് ചൊല്ലി ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ രോമം പോലും ദൈവം അറിയാതെ പൊഴിയുകയില്ല. അതുവരെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആ ദൈവസ്ഥലത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യത്തോടെ, നീതിബോധത്തോടും സത്യസന്ധതയോടും ദൈവാനുഭവത്തോടും ജീവിക്കാൻ നമുക്കിടയായിട്ട് നമുക്ക് തീരണം. ഇപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ആദം മുതൽ അതിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ആദം മുതൽ അബ്രഹാം വരെയുള്ള ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 1 മുതൽ 11 അധ്യായങ്ങൾ ചരിത്രാതീത ചരിത്രമായി നമ്മൾ കാണുന്നു. ആദം മുതൽ നോഹ വരെയുള്ള ഒരു ചരിത്രം, അതിനുശേഷം ജലപ്രളയത്തിന് ശേഷം നോഹയിൽ നിന്ന് 3 മക്കൾ, ശേം, ഹാം, യാഫേത്ത്. അതിൽ ഹാമിൽ നിന്നാണ് രക്ഷാകര പദ്ധതിക്കുള്ള പദ്ധതി ദൈവം ആരംഭിക്കുന്നത്. ഹാമിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്നാണ് അബ്രാഹാമിൻ്റെ ജനനം സംഭവിക്കുന്നത്. അബ്രാഹാമിൻ്റെ പൂർവ്വപിതാക്കന്മാരെ നാഹോറ്, തേരഹ്, അബ്രാഹാം എന്നിവർ ആരംഭിക്കുന്നു. അതിൻ്റെ 12-ാം അധ്യായം മുതൽ ഉൽപ്പത്തി 12-ാം അധ്യായം അബ്രാഹാമിൻ്റെ ചരിത്രമാണല്ലോ പിന്നെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആ വലിയ ചരിത്രം അബ്രാഹാം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹാമിന് 2 മക്കളുണ്ടായി. ഒന്ന് ഇസ്മായേലും ഇസ്ഹാഖാന്ന് നമുക്കറിയാം. ഇസ്മായേൽ ദാസിയായ ഹാഗാറിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ഇസ്മായേൽ സാറായിൽ നിന്ന് വാഗ്ദത്ത സന്തതിയായി ജനിച്ചു. അവരിൽ നിന്നാണ്, ഇസ്ഹാക്കിൽ നിന്നാണ് പിന്നീട് ആ രക്ഷാകര പദ്ധതിക്കുള്ളതായ പദ്ധതികളൊക്കെ ദൈവം ആവിഷ്കരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇസ്ഹാക്കിൻ്റെ പിന്നീട് വരുന്നതായ പുത്രന്മാർ അല്ലെ നമുക്കറിയാമല്ലോ, ഏശാവും യാക്കോബും. അതിൽ യാക്കോബിനെ ദൈവം വാഗ്ദത്ത സന്തതിയായിട്ട് മാറ്റുന്നു. അവരിൽ നിന്ന് 12 മക്കളുണ്ടാകുന്നു. അവർ 12 ഗോത്രപിതാക്കന്മാരായി നമ്മൾ ഇനി വായിക്കുന്നു.
അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ എല്ലാം ഇങ്ങനെ ഒരുപാട് പേരുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്തിനായി പേരുകൾ വായിക്കുന്നത് എന്നതിൻ്റെ ആവശ്യം ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ദൈവത്തിന് ഓരോരുത്തരും വ്യക്തിപരമായ താല്പര്യമുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനം അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തെ അത്രമാത്രം അവർ ആദരിച്ചിരുന്നു. അതിൽ നിന്നാണ് തങ്ങളും ഈ ഭൂമി ജനിക്കാൻ കാരണമായി തീർന്നത്. അപ്പോൾ ആ ചരിത്രത്തിൽ നൽകിയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പേരുകളൊക്കെ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ വായിക്കാൻ നമുക്കിടയായി തീരണം. ഇപ്പം നമ്മൾ ഈ പുതിയ പുസ്തകത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നു. നിങ്ങളതെല്ലാവരും വായിക്കുകയും ഇതുപോലെ മറ്റുള്ളവരെ കൂടി വായനയ്ക്കായി പ്രേരിപ്പിക്കുകയും ചെയ്യണം. പല ആളുകൾക്കും വേദപുസ്തകം വായിച്ചു വരുമ്പോൾ ഇടയ്ക്ക് ഇതിപ്പോൾ ഒരു പക്ഷേ ബ്രേക്ക് ഉണ്ടായി കാണും. പല ഭാഗങ്ങളും ഇപ്പം മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾ വായിക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് വായന നിർത്താൻ പാടില്ല. പക്ഷേ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.